നീ ആ സിഗരറ്റ് കണ്ടൊന്ന് കയറിക്കേ. സൗകര്യമില്ല, കുറെ നേരമായേ പോസ്റ്റായിട്ട്. ഒന്ന് കയറടാ. പോവാം. ഷേ 8 മണിക്ക് ചെല്ലാൻ പറഞ്ഞതാ. ആ, രാത്രി 8 മണിയാണെങ്കിൽ ഇഷ്ടം പോലെ സമയമുണ്ട്. നീ രാവിലെ തന്നെ ചൊറിയല്ലേ? ഇവിടെയാണോ? പൊട പട്ടി. പട്ടി നിന്റെ തന്തയാ. എടി നിർത്തിക്ക്. എന്താ? ആ നിർത്തടി. ഷേ സിഗരറ്റ്. എന്റെ പൊന്നങ്കിതേ, സമയമില്ലാത്ത നേരത്തെ വണ്ടി വരൂ. അത്ര തിരക്കുള്ളവരാണെങ്കിലേ നേരത്തെ കാലത്ത് എണീക്കണമായിരുന്നു. ഹോട്ടലിൽ അരിയിടാനുള്ളതുകൊണ്ടല്ലേ നീ നേരത്തെ എണീറ്റത്. വണ്ടിയിട്, അല്ലെങ്കിൽ നിന്റെ പണി പോവും. എന്തുവാടി കുളിയും തന്നെയൊന്നും ഇല്ലേ? അതിന്റെ മറ്റവള്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. തൻ്റെയൊക്കെ തോന്നിയ സമയത്താണോ വരുന്നത്? കുറച്ച് ലേറ്റായി പോയി. എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. തൻ്റെയൊക്കെ ഒരു പത്രപ്രവർത്തനക്കാരനാ സാറിന് ഗതി വന്ന്. അങ്ങനെയല്ല സാർ. സാർ, പത്രത്തിൽ നിന്ന് ആ പെണ്ണ് ചുമ്മാ ഒഴിവാക്കി വിടുക മാരണത്തെയൊക്കെ. ഓക്കെ സാർ, അപ്പം ശരിയെന്നാ. പ്ലീസ് സാർ. ആ നിമ്മി, മിന്നി ഛേ നിമ്മി നിക്ക് വാ. ഇതൊരുമാതിരി പട്ടി ചന്തയ്ക്ക് പോയ അവസ്ഥയായല്ലോ. ബാക്കിയുള്ളവരുടെ ഉറക്കം കളഞ്ഞു. എന്തു ആടി ഇത്? നമുക്കൊരു ചായ കുടിച്ചാലോ? വാ ചേട്ടാ, 2 ചായ. നീയല്ലാതെ ആ ഊളിയുടെ ഒക്കെ പുറകെ പോകൂ. രാവിലെ തന്നെ ഖദറും വലിച്ചു കയറ്റി പോകുന്ന കണ്ടാ തോന്നിയതാണ്ട് ജനസേവനത്തിനാണ്. പീഡന കേസിൽ നിന്ന് ഊരാനുള്ള മീറ്റിങ്ങിന് പോയിരിക്കുക പന്നെന്നറി. ഈ വീക്കിലെങ്കിലും ഇന്റർവ്യൂ വന്നില്ലെങ്കിൽ എഡിറ്ററിനെ ചീത്ത പിടിച്ചു കൊല്ലും. നാണക്കേട സഹിക്കാൻ പറ്റാത്തത്. വിത്തൗട്ട് കട്ടൻ മോളെ ചായ. ഇന്നൊക്കെ എന്തോന്ന് ജേർണലിസം. പ്രമുഖരെന്ന് പറയുന്ന കുറെ പന്നനാറികൾ, എന്തിനും ഏതിനും ചിലയ്ക്കുന്ന കുറെ ഫെമിനിസ്റ്റുകൾ. ഇതൊക്കെ മടുത്തിട്ടാണ് ഞാൻ അരിവയ്ക്കാൻ പോയത്. ശരിയാടാ, എനിക്ക് മടുത്തു തുടങ്ങി. ചെറുപ്പം മുതലേ ഒരുപാട് ആഗ്രഹിച്ചതാ ഒരു ജേർണലിസ്റ്റ് ആകാൻ. നമുക്ക് പോയാലോ? ചേട്ടാ പൈസ. നമുക്കൊരിടം വരെ പോയാലോ? ഓ, എനിക്കൊരു മൂഡില്ല. ഈ ജേർണലിസ്റ്റിന്റെ കണ്ണുകൾക്കപ്പുറം നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ പ്രമുഖന്മാരുടെ ലോകത്തിനപ്പുറം നീ കണ്ടിട്ടുണ്ടോ? നീ ഇങ്ങോട്ട് വാ.
കേരടി വാ. ഇത് കോലഞ്ചേരി അല്ലേ? അതൊക്കെ ഉണ്ട്. ജനിച്ചു വളർന്ന നാട് അത് എന്നും ഒരു ഫീലാണ്. നമ്മൾ ചെറുപ്പത്തിൽ കാണുന്ന ചില കാഴ്ചകളുണ്ടല്ലോ, അത് നമ്മെ ഒരിക്കലും വിട്ടുപോകില്ല. അത് ചിലപ്പോൾ സംഭവങ്ങളാവാം, ചില ആളുകളുമാവാം. നീ അങ്ങോട്ടൊന്ന് നോക്കിയേ, അയാളെ കണ്ടോ? ഇവിടെ വരുന്ന ഓരോ ബസ്സും ആളുകളും ഈ പരിസരവും എന്തിന് ഇവിടുത്തെ ഓരോ നിശ്വാസം പോലും ഇയാൾക്കറിയാം. കോലഞ്ചേരിക്കാരുടെ മണിച്ചേട്ടൻ. ദൈവം പുള്ളിക്ക് കാഴ്ചശക്തി കൊടുത്തിട്ടില്ല, പക്ഷെ സ്വന്തം അകക്കണ്ണുകൊണ്ട് ജീവിതത്തെ സ്നേഹിക്കുകയാണ് അയാൾ. 13-ാം വയസ്സിൽ ബസ് കയറി വന്നതാ, പക്ഷെ ഇന്നും ഈ 100-ാം വയസ്സിലും ഈ പൊരി വെയിലത്ത് എത്ര അഭിമാനത്തോടെയാണ് ജീവിതത്തെ അയാൾ നേരിടുന്നത്. പണ്ട് ജേർണലിസ്റ്റ് ആയിരുന്നപ്പോഴേ എന്റെ ക്യാമറയിൽ ഒന്നും പതിഞ്ഞില്ല. ശരിയാടാ, എനിക്കും ഇതുവരെ മനസ്സിൽ തട്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ മണിച്ചേട്ടൻ്റെ ഒരു ഫീച്ചർ ചെയ്തോട്ടെ? എന്തിന്? നിന്റെ എഡിറ്റർക്ക് ചവറ്റോട്ടയിലിടാനോ? എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി പ്ലീസ് ഡാ. നോക്കാം, ബാ. മണിച്ചേട്ടാ, ഇങ്ങോട്ട് ഇങ്ങോട്ട് പതുക്കെ 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 സൂക്ഷിച്ചു മണിച്ചേട്ടാ, പതുക്കെ. ആ, സൂക്ഷിച്ച് സൂക്ഷിച്ച്. മണിച്ചേട്ടാ, എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ചേട്ടനെ പറ്റി പത്രത്തിൽ എഴുതാനാ. സാറ് പറഞ്ഞ പ്രമുഖൻ്റെ ഇൻ്റർവ്യൂ ഞാൻ എടുത്തില്ല, പക്ഷെ ഒരു മനുഷ്യൻ്റെ ഇൻ്റർവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മെയിൽ ചെയ്തേക്കാം. സാർ എന്നാന്ന് വെച്ചാൽ ചെയ്. എൻ്റെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ നീ മാറ്റി കളഞ്ഞല്ലോടാ. ആദ്യമായിട്ടാ എൻ്റെ പേനയ്ക്കൊരു മനുഷ്യത്വം വന്നേ. ഡാ, ഞാനിപ്പോൾ വിളിച്ചാലും നീ എന്നെ അത്രയുടെ ക്യാമറയും തൂക്കി വരുന്നേ?
അതെ, മന്ദബുദ്ധികളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലെന്ന് എൻ്റെ അമ്മ എപ്പോഴും പറയാറ്. പോടാ.